എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ NCERT ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ. ഇനി വരാൻ പോകുന്നത് ഡിഗ്രി ലെവൽ എക്സാംസ് ആണല്ലോ. അപ്പോൾ നമ്മളൊരു NCERT മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു സ്കോർ മേടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ NCERT കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. ഇനി വരുന്ന എക്സാംസിനൊക്കെ ഒത്തിരി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് NCERT ബുക്സിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്ന് പറയുന്ന ചാപ്റ്റർ ആട്ടോ. ഇത് നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാണ് പഠിക്കാൻ പോകുന്നത്. അല്ലാണ്ട് ആ ചാപ്റ്റേഴ്സ് ഫുള്ള് വായിക്കുമല്ല, ഒരു ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാട്ടോ പഠിക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഒന്നാമത്തെ ചുമതല എന്ത്? എന്താ ക്വസ്റ്റ്യൻ? ഭരണഘടനയുടെ ഒന്നാമത്തെ ചുമതല എന്ത്? സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം കൊണ്ടുവരുന്നതിനുള്ള അടിസ്ഥാന നിയമങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ ചുമതല. എന്താ ഒന്നാമത്തെ ചുമതല? സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം കൊണ്ടുവരുന്നതിനുള്ള അടിസ്ഥാന നിയമങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ ചുമതല. രാഷ്ട്രം എങ്ങനെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു, അതെങ്ങനെ ഭരിക്കപ്പെടുന്നു തുടങ്ങിയവയെക്കുറിച്ചുള്ള അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളുന്നത് എവിടെയാ? ഭരണഘടനയിലല്ലേ? ഭരണഘടനയിലാണ് രാഷ്ട്രം എങ്ങനെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു, അതെങ്ങനെ ഭരിക്കപ്പെടുന്നു തുടങ്ങിയവയെ കുറിച്ചുള്ള അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളുന്നത്. നിയമം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്? അതും ഭരണഘടനയാട്ടോ. ഭരണഘടനയാണ് നിയമം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നിയമങ്ങൾ, നയങ്ങൾ എന്നിവയിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാട്ടോ. പാർലമെന്റിനാണ് ഇന്ത്യൻ ഭരണഘടനാ നിയമങ്ങള്, നയങ്ങള് എന്നിവയിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം പാർലമെന്റിനാണ്. ഓക്കെ, അടുത്തത് ഭരണഘടനയുടെ രണ്ടാമത്തെ ചുമതല. ഒന്നാമത്തെ ചുമതല നമ്മൾ പറഞ്ഞു, ഇനി നമ്മൾ രണ്ടാമത്തെ ചുമതലയാട്ടോ പഠിക്കാൻ പോന്നെ. സമൂഹത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കെന്ന് വ്യക്തമാക്കുന്നു. സമൂഹത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കെന്ന് വ്യക്തമാക്കുന്നു. ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയെന്നും അത് തീരുമാനിക്കുന്നു. ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുന്നത് അത് എങ്ങനെയെന്നും തീരുമാനിക്കുന്നു. ഭരണഘടനയുടെ മൂന്നാമത്തെ ചുമതലയായിട്ട് ഇനി പറയാൻ പോന്നെ, തങ്ങളുടെ പൗരനുമേൽ ഗവൺമെന്റിന് ചുമത്താവുന്ന അധികാരത്തിന് പരിധി നിശ്ചയിക്കുക എന്നതാണ് ഭരണഘടനയുടെ മൂന്നാമത്തെ ചുമതല. ഭരണഘടനയുടെ മൂന്നാമത്തെ ചുമതല എന്താ? തങ്ങളുടെ പൗരന് മേല് ഗവൺമെന്റിന് ചുമത്താവുന്ന അധികാരത്തിന് പരിധി നിശ്ചയിക്കുക എന്നതാണ് ഭരണഘടനയുടെ മൂന്നാമത്തെ ചുമതല. ഒരു പൗരന്റെ അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയായിരിക്കും ഒരു പൗരന്റെ അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ? അറിയില്ലെങ്കിൽ കേട്ടോട്ടോ. അഭിപ്രായ സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, വ്യാപാര വാണിജ്യ സ്വാതന്ത്ര്യം തുടങ്ങിയവ. ദേശീയ അടിയന്തരാവസ്ഥാകാലത്ത് ഈ അവകാശങ്ങൾ റദ്ദാക്കുന്ന സാഹചര്യങ്ങളും ഭരണഘടന നിശ്ചയിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി ഭരണഘടനയുടെ നാലാമത്തെ ചുമതലയായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുക. എന്താണ്? സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുക, നീതിനിഷ്ഠമായ ഒരു സമൂഹത്തിന് ആവശ്യമായ വ്യവസ്ഥകൾക്ക് രൂപം നൽകുക തുടങ്ങിയവയ്ക്ക് ഗവൺമെന്റിനെ പ്രാപ്തമാക്കുക. ഇതാണ് ഭരണഘടനയുടെ നാലാമത്തെ ചുമതല. എന്താ നാലാമത്തെ ചുമതല? സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുക, നീതിനിഷ്ഠമായ ഒരു സമൂഹത്തിന് ആവശ്യമായ വ്യവസ്ഥകൾക്ക് രൂപം നൽകുക തുടങ്ങിയവയ്ക്ക് ഗവൺമെന്റിനെ പ്രാപ്തമാക്കുക എന്നതാണ് ഭരണഘടനയുടെ നാലാമത്തെ ചുമതല. അടുത്തത് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന ഗവൺമെന്റിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ. എന്താണ് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന ഗവൺമെന്റിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളായിട്ട് നമ്മൾ പഠിക്കാൻ പോന്നെ. 1. പരിസ്ഥിതി പരിപാലനം. എന്താ? പരിസ്ഥിതി പരിപാലനം. 2. ന്യായരഹിതമായ വിവേചനത്തിന് ഇരയായവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ. ന്യായരഹിതമായ വിവേചനത്തിന് ഇരയായവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ. എല്ലാവർക്കും പാർപ്പിടം, ആരോഗ്യം.
അടുത്തത് ഇന്തോനേഷ്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ. ഇതൊന്നും അങ്ങനെ PSCന്റെ എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ ഇനി വരുന്ന ഒരു ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ഫാക്ട്സ് ഒക്കെ എന്ന് വെച്ചാൽ NCERT ടെക്സ്റ്റിലെ ഫാക്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇന്തോനേഷ്യൻ ഭരണഘടനയുടെ സവിശേഷതകള്: ദേശീയ വിദ്യാഭ്യാസ വ്യവസ്ഥ രൂപീകരിക്കാനും നടപ്പാക്കാനും ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. ദേശീയ വിദ്യാഭ്യാസ വ്യവസ്ഥ രൂപീകരിക്കാനും നടപ്പാക്കാനും ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. പാവപ്പെട്ടവരും അഗതികളുമായ കുട്ടികളെ ഗവൺമെന്റ് സംരക്ഷിക്കുമെന്നും ഇന്തോനേഷ്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു. പാവപ്പെട്ടവരും അഗതികളുമായ കുട്ടികളെ ഗവൺമെന്റ് സംരക്ഷിക്കുമെന്നും ഇന്തോനേഷ്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു. ജനങ്ങൾ വ്യതിരിക്തമായ ഒരു കൂട്ടമെന്ന നിലയിൽ നിലവിൽ വരുന്നത് അടിസ്ഥാന നിയമമായ ഭരണഘടനയിലൂടെയാണെന്ന് അർത്ഥമാക്കുന്നത് എന്താ? ഒരു ജനതയുടെ മൗലിക സ്വത്വത്തെയാട്ടോ, ഒരു ജനതയുടെ മൗലിക സ്വത്വത്തെ. ജർമ്മൻ സ്വത്വം രൂപീകൃതമായതിന്റെ അടിസ്ഥാനം എന്താ? ജർമ്മൻ സ്വത്വം രൂപീകൃതമായതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വംശീയതയാട്ടോ, വംശീയത. കേന്ദ്ര ഗവൺമെന്റും രാജ്യത്തെ വിവിധ പ്രദേശങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സംബന്ധിച്ച് വിവിധ രാഷ്ട്രങ്ങൾ വ്യത്യസ്ത ധാരണകളാണ് മുന്നോട്ട് വെക്കുന്നത്. എന്താണ്? കേന്ദ്ര ഗവൺമെന്റും രാജ്യത്തെ വിവിധ പ്രദേശങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സംബന്ധിച്ച് വിവിധ രാഷ്ട്രങ്ങൾ വ്യത്യസ്ത ധാരണകളാണ് മുന്നോട്ട് വെക്കുന്നത്. ബ്രിട്ടൻ പോലുള്ള ചില രാജ്യങ്ങളിൽ ഭരണഘടന എന്ന് വിളിക്കാവുന്ന ഏക പ്രമാണം ഇല്ല. ഒരു ഭരണഘടന എങ്ങനെ നിലവിൽ വന്നു എന്ന് സൂചിപ്പിക്കുന്ന രീതി അറിയപ്പെടുന്നത്, ഇത് ഓർത്ത് വെച്ചോളാം, മറന്നുപോലെ കേട്ടോ. പ്രഖ്യാപന രീതി. എന്താ പ്രഖ്യാപന രീതി? ഒരു ഭരണഘടന എങ്ങനെ നിലവിൽ വന്നു എന്ന് സൂചിപ്പിക്കുന്ന രീതിയാണ് പ്രഖ്യാപന രീതി. ദേശീയ പ്രസ്ഥാനത്തിന് ശേഷം നിർമ്മിക്കപ്പെട്ട ഭരണഘടനകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, അമേരിക്കൻ ഐക്യനാടുകൾ. ഇന്ത്യൻ ഭരണഘടന ഔപചാരികമായിട്ട് തയ്യാറാക്കിയത് ആരാ? ഭരണഘടന നിർമ്മാണ സഭ കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന ഔപചാരികമായിട്ട് തയ്യാറാക്കിയത്. 1946 ഡിസംബറിനും 1949 നവംബറിനും ഇടയിൽ. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് മനസ്സിലായില്ല? ഇത് നിങ്ങൾ കേട്ട് പഠിക്കുക കേട്ടോ. എന്തായാലും ഇനി വരുന്ന എക്സാംസിന് നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്താം കേട്ടോ. ഇതിന്റെ ബാക്കി വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അപ്ഡേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാവേ. ഓക്കെ, താങ്ക് യു.